ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ബ്രിജിസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് അമ്പഴങ്ങ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ അമ്പഴമരമാണ് കേട്ടോ, പക്ഷേ അത് മുകളിലാണ് നിൽക്കുന്നതുകൊണ്ട് എനിക്കത് നന്നായിട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് താണ്ടേ നമ്മളതിൻ്റെ ചോട്ടിൽ പോയി പറക്കിക്കൊണ്ട് വന്ന അമ്പഴങ്ങയാണ്, പഴുത്ത അമ്പഴങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അമ്പഴങ്ങ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ കഴുകി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അമ്പഴങ്ങയുടെ ദണ്ട മോടം, ആ മുകൾ ഭാഗം ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പിലിടാൻ കൊണ്ടുവന്ന് അമ്പഴങ്ങയെല്ലാം നമ്മൾ ദണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന വെള്ളത്തിലേക്ക് നമ്മളൊരു 2 സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. നമ്മൾ പിന്നെ കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എരിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഞാൻ കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാന്താരി ഇനി നന്നായിട്ട് തിളയ്ക്കണം. കാന്താരിയുടെ എരിയൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ തിളച്ച ശേഷം തീ ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്കിതിലേക്ക് നമ്മൾ മണ്ട ചെത്തി വെച്ചിരിക്കുന്ന നമ്മുടെ അമ്പഴങ്ങ ഉണ്ടോ, നല്ല പഴുത്ത അമ്പഴങ്ങയാണ് കേട്ടോ. ഇത് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നല്ല തിളച്ചിട്ട് വേണം അമ്പഴങ്ങ ഇട്ട് കൊടുക്കാനേ. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിൽ വെള്ളം തെറിക്കാതെ സൂക്ഷിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടില്ല, സിമ്മിൽ ഇട്ടിരിക്കുകയാണ്. നമുക്ക് അമ്പഴങ്ങയെല്ലാം ഇതിൽ ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതിനിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട, വെള്ളം നല്ല തിളച്ചതായതുകൊണ്ട് ആ തിളച്ച വെള്ളത്തിൻ്റെ ഇത് മതി, ചൂട് മതി. ഇത് നന്നായിട്ട് അങ്ങ് വാടിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനാഗിരി വേണ്ടവർ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനത് കേടാവാതിരിക്കാൻ വേണ്ടിയാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ആപ്പിൾ സിഡർ വിനെഗറാണ് ഒഴിച്ചു കൊടുത്തത്. കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, ഒരു 1/2 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഉപ്പൊക്കെ എന്ന് വെച്ചാൽ ഇച്ചിരി കൂടുതൽ ഉപ്പിടണം. കാരണം ഉപ്പിൻ്റെ രുചി മുന്നോട്ട് നിൽക്കത്തക്ക രീതിയിൽ തന്നെ ഇടണം. എങ്കിൽ മാത്രമേ ഈ അമ്പഴങ്ങയിൽ ഉപ്പ് പിടിച്ചു വരുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം നല്ല മണമാണ് കേട്ടോ. ഇത് നമ്മളെടുത്ത് വെളിയിൽ വെച്ച് കഴിയുമ്പോഴേ, തണുത്ത് കഴിയുമ്പോൾ ഇതിന് ഭയങ്കര മണമാണ്. ഇനി നമുക്കിതൊരു ഡപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പൊട്ടുന്ന ടൈപ്പ് ഗ്ലാസിൻ്റെ ബോട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം പ്ലാസ്റ്റിക്കിലേക്ക് അങ്ങ് ഇട്ട് വയ്ക്കുകയാണ്. ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ അതിൽ തന്നെ ഇട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനിപ്പോൾ ഒരു 2 ദിവസം ഇതുപോലെ വെച്ചിട്ട് അപ്പോൾ ഉപ്പങ്ങ് പിടിക്കും. ഉപ്പ് പിടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് കഴിക്കാനേ. നല്ല രുചിയാണ്. ഉപ്പൊക്കെ പിടിച്ച് അമ്പഴങ്ങയ്ക്കൊരു മധുരവും പുളിയും കൂടെ ഉള്ളൊരു ഇതാണ്. അപ്പം നല്ല രുചിയാണിത് കഴിക്കാൻ. അപ്പം അമ്പഴങ്ങയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലൊന്ന് ഉപ്പിലിട്ട് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ അമ്പഴങ്ങ ഉപ്പിലിട്ടത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്